CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഇന്ത്യൻ എൽ ക്ലാസിക്കോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ 3-നെതിരെ 4 ഗോളുകൾക്ക് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പരാജയപ്പെടുത്തി കഴിഞ്ഞു. ഇന്നത്തെ കളിയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഡിഫൻസിലെ പായാക്കലുകൾ. ഡിഫൻഡ് ചെയ്യാൻ മറന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തിന് ഏറ്റവും വലിയ കാരണം. ഇന്ന് കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC പിറകിലായിരുന്നു. കളിയുടെ 5-ാം മിനിറ്റിൽ അർമാണ്ട സാദിഖുവാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി ലീഡ് നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രീതം കോട്ടാലിന്റെ ഒരു മിസ് ജഡ്ജ്മെന്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ആ ഒരു ഗോൾ വഴങ്ങാൻ കാരണമായത്. ഈ ഒരു ഗോളിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മെച്ചപ്പെട്ട ഫുട്ബോൾ കാഴ്ചവെച്ചുവെങ്കിലും നല്ല അവസരമൊന്നും പിറന്നിട്ടുണ്ടായിരുന്നില്ല. ശേഷം 2-ാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിങ്ങിന് മൂർച്ച കൂട്ടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 54-ാം മിനിറ്റിൽ വിപിൻ മോഹനന്റെ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC സമനില നേടിയിട്ടുണ്ടായിരുന്നു. രാഹുലിന്റെ അസിസ്റ്റിൽ നിന്ന് ഒരു മനോഹരമായ ഫിനിഷിംഗിലൂടെയാണ് ആ ഒരു ഗോൾ വിപിൻ മോഹനൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സമനില നീണ്ടു നിന്നില്ല. ശേഷം 60-ാം മിനിറ്റിൽ അർമാണ്ടോ സാദിഖുവിലൂടെ മോഹൻ ബഗാൻ വീണ്ടും ലീഡ് എടുത്തു. സെറ്റ് പീസിലെ മോശം ഡിഫെൻഡിംഗ് ആയിരുന്നു ഈ ഒരു ഗോളിന് കാരണമായിട്ടുണ്ടായിരുന്നത്. ഇതോടെ സ്കോർ 1-2 എന്ന തോതിലായി. വീണ്ടും ബ്ലാസ്റ്റേഴ്സ് പൊരുതി 63-ാം മിനിറ്റിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ഒപ്പത്തിനോടൊപ്പം എത്തി. ഇത്തവണ ഒരു അർദ്ധാവസരം തന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ ദിമി ഗോളാക്കി മാറ്റുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ദിമിയുടെ 11-ാം ഗോളായിരുന്നു ഇത്. ഇത്തവണയും സമനില നീണ്ടു നിന്നില്ല. ശേഷം 68-ാം മിനിറ്റിൽ വീണ്ടും ബഗാൻ മുന്നിലെത്തി. ഇത്തവണ ഒരു ഫ്രീ ഹെഡറിലൂടെ ദീപക് താങ്ക്രിയാണ് ബഗാനിനായി ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതോടെ സ്കോർ 2-3 എന്നതായി. ഇതിനുശേഷം ബ്ലാസ്റ്റേഴ്സും തളർന്നു. ശേഷം മോഹൻ ബഗാൻ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ടുണ്ടായിരുന്നത്. അവസാനം ഇഞ്ചുറി ടൈമിൽ കമ്മിൻസിനുള്ള ബഗാൻ 4-ാം ഗോളും നേടി. ശേഷം 98-ാം മിനിറ്റിൽ ദിമി വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്തു. ഇതോടെ 3-4 എന്ന സ്കോറിലായി മത്സരം. ഒരു സമനില ഗോളിനായി ശ്രമിക്കാനുള്ള സമയം പിന്നെ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഒരു പരാജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC 5-ാമത് തന്നെ നിലനിൽക്കുകയാണ്. 18 മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് 29 പോയിന്റുമായാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. 39 പോയിന്റുമായുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തുമാണുള്ളത്. ഏതായാലും ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ മറ്റൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.